പറ്റിച്ചു ഗായ്സ്, പറ്റിച്ചു. ഞാനോ പറ്റിക്കപ്പെട്ടു, നിങ്ങളെങ്കിലും പറ്റിക്കപ്പെടരുത്. സോ എന്താണ് സംഭവം ഞാൻ കാണിച്ചു തരാം. ഇഷ്ടം കൊണ്ട് വാങ്ങിയൊരു സോന പാപ്പടി തുറന്നു കഴിഞ്ഞ സമയത്ത് ഇതാണ് അവസ്ഥ. ഈ സൈഡിലുള്ള ഞാൻ കഴിച്ചാട്ടോ. ഈ കവറ് സെൻറ്ററിൽ വെച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അടിയിൽ എന്തോ ഉണ്ടെന്ന്. തുറന്നു നോക്കിയപ്പോൾ അടിയിലൊന്നുമില്ല, ഈ ഒരു കവറ് മാത്രം. ഇത്രയും കാലം ഞാൻ കണ്ടതിൽ കംപ്ലീറ്റ്ലി ഫില്ലായിട്ടാണ് ഈ ഒരു ബോക്സിൽ ഉണ്ടാവല്. പക്ഷേ പറ്റിച്ച് ഇതിൻ്റെ ഉള്ളിൽ കവർ വെച്ച് പറ്റിച്ച് ഗൈസ്. എന്നിട്ട് സൈഡിൽ മാത്രം ബോർഡർ കൊടുത്ത് വെച്ചിരിക്കുക. എന്താ അവസ്ഥ? പിന്നെ എല്ലാവരും വാങ്ങിക്കുമ്പോൾ നോക്കിയും കണ്ടും ശ്രദ്ധിച്ച് വാങ്ങാം, പറ്റിക്ക് പെടരുത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് സംഭവം. ആക്ച്വലി ഇത് ഞാൻ വാങ്ങിയതല്ല. സിസ്റ്റർ എന്നെ കാണാൻ വന്ന സമയത്തെ, ഓഫീസ് വിസിറ്റിന് വന്ന സമയത്ത് ഓഫീസിലേക്ക് വന്നതാണ്. അപ്പൊ എല്ലാവർക്കും കൂടി കുറച്ച് ബേക്കറിയും ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുത്തില്ല. എനിക്കിത് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ച് കൂടെ വാങ്ങിയതാണ്. അപ്പൊ ഞാൻ ബാക്കിയെല്ലാം അൺറാപ്പ് ചെയ്തു, അൺബോക്സ് ചെയ്തു. കാരണം എന്താ, ബേക്കറി സാധനങ്ങളല്ലേ വിചാരിച്ചു. പക്ഷെ ഇത് ഇപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് തുറന്നു നോക്കിയപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെയാണോ സംഭവം. കാരണം ആദ്യമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫീൽഡ് ആയിട്ട് ഉണ്ടാവല്. ഇപ്പോൾ തുറന്നപ്പോൾ ഇങ്ങനെ ആദ്യം വിചാരിച്ചു ഇനി ഇങ്ങനെയാണോ ഇറങ്ങുന്നതെന്ന്. അപ്പോഴാണ് മമ്മ പറഞ്ഞത് ഇങ്ങനെയല്ല ഇറങ്ങുന്നത്, നിങ്ങളെ പറ്റിച്ചതാണെന്ന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് ഇനി ഇങ്ങനെയാണോ ഇറങ്ങുന്നത്, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണോ പണി കിട്ടിയെന്ന് നോക്കുക. കാരണം ബോക്സ് കംപ്ലീറ്റ്ലി സൈഡിൽ ചുറ്റും സെലോ ടൈപ്പ് ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത സമയത്ത് ഭയങ്കര ജെന്യൂനായിട്ട് അടിപൊളി സാധനം ഫീൽ ചെയ്യില്ലേ. തുറന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കാറുമ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്ന് ഇപ്പോൾ തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. കാരണം സൈഡിൽ ഫുള്ളി സോൺ പാപ്പടിയുടെ ഫീൽഡാണ്, അടിയിൽ ഫീൽഡാണ്. മേലെ തുറന്നാൽ മാത്രം, ആ ഒരു ടിന്ന് തുറന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു മാക്സിമം വീഡിയോ ഒക്കെ ഇടുക. കാരണം നമ്മളിങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മൾ അറിയാതെ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണല്ലോ. സോ നമുക്കും കസ്റ്റമറായിട്ടുള്ള നമുക്ക് അതിൻ്റെ റൈറ്റ്സ് ഉണ്ട്. സോ ഇതെന്താ സംഭവം എന്നറിയില്ല. ആളോട് എവിടുന്ന വാങ്ങിയും ചോദിച്ചിട്ടൊന്ന് ചോദിക്കണം, നിങ്ങൾ ഇങ്ങനെയാണോ കംപ്ലീറ്റ്ലി ബോക്സ് കൊടുക്കുന്നത്, ഇനി അവർക്ക് സെല് ചെയ്യുന്ന ആൾക്കാർ പറ്റിക്കുകയാണോന്നും അറിയില്ല. അപ്പം ഇതുപോലെ ചിലപ്പം എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും, എല്ലാവരും ഇതിങ്ങനെയാണെന്ന് വിചാരിച്ച് കഴിക്കുന്നുണ്ടാവും. അപ്പം ഇതൊരു വ്ളോഗായിട്ടൊന്നും എടുക്കണം എന്ന് വിചാരിച്ചില്ല. പക്ഷെ ചെറുതായിട്ടൊന്ന് പറ്റിക്കപ്പെട്ടപ്പോൾ നിങ്ങളൊന്ന് അറിയിക്കണം തോന്നി. സോ ഇതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തിൽ ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേയ്സ് വ്ളോഗ്. ഇറ്റ്സ് നോട്ട് എ വ്ളോഗ്, ചെറിയൊരു ഇൻഫർമേഷൻ ആണ്. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ, ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് നീഡറാണ്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.